ഈ ജഡ്ജ്മെൻറ്റ് വായിച്ചാൽ കേരളം മുഴുവൻ അപമാനഭാരത്താൽ തലകുനിച്ച് നിൽക്കും. ഇതിലെ വിശദാംശങ്ങൾ, സർ, ജസ്റ്റിസ് ഷാൽ ബി ഡൺ ഈവൺ ഇഫ് ദ ഹെവൻസ് ഫോൾസ് എന്നാണ് പറയുന്നത്. ക്രിമിനൽ നിയമത്തിൻ്റെ ഇതാണ്. ഇവിടെ എന്ത് നീതിയാണ് നടപ്പാക്കി? ഫ്രം ദ ഡേ വൺ, ഈ സംഭവം നടന്ന അന്നു മുതൽ ഈ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ പരമ്പരയാണ്. അതാണ് ഈ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ, പ്രോസിക്യൂഷൻ നടപടികളുടെ സ്റ്റേജിൽ, എല്ലാ സ്റ്റേജിലും മുഴുവൻ തെളിവുകളും നശിപ്പിച്ച് യാതൊരുവിധ, നമുക്കറിയാമല്ലോ, സാക്ഷിമൊഴികളില്ലാത്ത, ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളുടെയും ഫോറൻസിക് തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ക്രൂരമായ ഒരു ഹീനകൃത്യം തെളിയിക്കപ്പെടുന്നത്. അത് തെളിയിക്കാനുള്ള എല്ലാ സാധ്യതകളും ആദ്യ ദിവസം മുതൽ അടക്കിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. എല്ലാം തുടക്കം മുതൽ തന്നെ. ആദ്യം വ്യാപകമായ പ്രചരണമാണ്, ആത്മഹത്യയാണെന്ന് പറഞ്ഞ പ്രചരണമാണ്. സർ, ആശുപത്രികളിൽ നിർബന്ധിക്കുകയാണ്, പോസ്റ്റ്മോർട്ടം പറ്റില്ല എന്ന് പറഞ്ഞു. ഈ പ്രതി കൂടെ ഉണ്ട്. ഈ പ്രതി ഉറക്കം നിലവിളിക്കുകയാണ്, എൻ്റെ കൊച്ചിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഈ പ്രതി കിടന്ന് നിലവിളിക്കുകയാണ്. അതിൻ്റെ കൂടെ ജനപ്രതിനിധികളായ ആളുകളും കുറേ പേര് വന്നിട്ട് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തീക്ഷ്ണമായ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ നടന്നത്. ലജ്ജിപ്പിക്കുന്ന സംഭവം. എന്നിട്ട് ഈ പ്രതിയാണ് ഈ ബോഡി ഏറ്റുവാങ്ങുന്നത്. ഈ വീട്ടിൽ വീണ്ടും വരികയാണ്. അതാണ് ഒരു സുപ്രധാനമായ തെളിവ് സി സണ്ണി ജോസഫ് കൂടെ പറഞ്ഞത്. ഒരു ദൃക്സാക്ഷി കണ്ടിട്ടുണ്ട്, വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പ്. ആ ജനലയുടെ വാതിൽ കൂടിയാണ് പ്രതി രക്ഷപ്പെട്ടത്. രണ്ടാമത് പ്രതി വീടിനകത്ത് കയറി ജനലയുടെ കൊളുത്തിട്ടുണ്ട്. അപ്പൊ പോലീസ് കൊടുത്ത മൊഴി എന്താ? പോലീസ് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ജനലയുടെ കൊളുത്തിട്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ പ്രതിക്ക് അകത്ത് കയറാനുള്ള യാതൊരുവിധ സാധ്യതകളും തെളിവ് ഇല്ല. ഇവൻ വീണ്ടും ഈ വീട്ടിൽ നടക്കുകയാണ്. ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ടും ഈ പ്രതി നടക്കുകയാണ്. പ്രതി തന്നെ ജനലയുടെ കൊളുത്തിടുകയാണ്. അപ്പൊ ജനൽ പൂട്ടിക്കിടക്കുന്നു എന്നിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുക്കുകയാണ്. ഈ പ്രതിയെ കൃത്യമായ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അവൻ തന്നെയാണ് ഈ ജനൽ അടച്ചെന്നുള്ള കൃത്യമായ വിവരം കിട്ടുമായിരുന്നു. പോലീസിന് അതറിയാം. അറിഞ്ഞിട്ടും തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ഇത് ചെയ്യുകയായിരുന്നു സർ. മനഃപൂർവ്വമായ ശ്രമമാണ് നടത്തിയത്. നമുക്കറിയാമല്ലോ. എന്നിട്ട് ഈ പെൺകുട്ടിയുടെ പിതാവും അതിൻ്റെ മുത്തച്ഛനും ആക്രമിക്കപ്പെട്ടു. ഈ വിധി വന്നതിന് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഹീനമായ കേസ് എന്ന് പറയുന്നത് ഉന്നാവോയിലെ കേസാണ്. ഉന്നാവോയിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയെ പ്രതികൾ തീ കൊളുത്തിക്കൊന്നു. അതിനുശേഷം ആ പെൺകുട്ടിയുടെ അച്ഛൻ തടവറയിൽ കിടന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്ന് മരിച്ചു. അതിനുവേണ്ടി ഇവർക്ക് ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സജീവമായി കോടതിയിൽ പോയിക്കൊണ്ടിരുന്ന 2 ബന്ധുക്കൾ ദുരൂഹമായ സാഹചര്യത്തിൽ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഇനിയില്ല, കേസില്ല. അതുപോലെ ഈ കേസ് വെറുതെ വിട്ടതിന് ശേഷം ഈ പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയൊക്കെ ആക്രമിക്കുകയാണ്. സാർ, ആക്രമിച്ച പ്രതി എങ്ങോട്ടാണ് സാർ ഓടി കയറിയത്? പാർട്ടി ഓഫീസിലേക്കാണ് കയറിയത്, CPM പാർട്ടി ഓഫീസിലേക്ക്. വാർത്തകൾ വന്നാണ് കൃത്യമായിട്ട്. സാർ, ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം നടന്നു. ഇതിന് പ്രതിഷേധിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ, മഹിളാ സംഘടനകൾ, ഒരുപാട് രാഷ്ട്രീയ ഇതര സംഘടനകൾ എല്ലാം ഈ സംഭവത്തിൽ സമരം ചെയ്തു. സാർ, ഞങ്ങളുടെ സമരം പോകുമ്പോൾ ഒരു ഫോട്ടോ മാധ്യമങ്ങളിൽ വന്നു. എന്താണ്? CPMകാർ വാരിക്കുന്തവും ബിയറിന്റെ കുപ്പികളുമായി പിടിച്ചു നിൽക്കുന്ന പടം. ഇന്നലെ ഇവിടെ ആരോ പ്രസംഗിക്കുന്നത് കേട്ട്, സാർ, CPക്കെതിരായിട്ട് വാരിക്കുന്തവുമായി സമരം ചെയ്ത പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ശരിയാണ്. പക്ഷെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാരിക്കുന്തവുമായി കാവൽ നിൽക്കുന്നത് ഈ പ്രതിയെ സംരക്ഷിക്കാനാണ് സാർ. അതില്ലേ ചിത്രം? വാരിക്കുന്തവുമായി നിൽക്കുകയാണ്, ബിയറിന്റെ കുപ്പിയാണ് വലിച്ചെറിഞ്ഞത്. എന്നിട്ട് ഈ പ്രകടനം നടത്തിയ ആളുകൾക്കെതിരെ പ്രതിഷേധം ഉണ്ടാവില്ലേ? ഇതുപോലൊരു സംഭവം ഉണ്ടായാൽ നാട്ടിൽ പ്രതിഷേധം ഉണ്ടാവില്ലേ? ആ പ്രതിഷേധിച്ച ആളുകളെ ആക്രമിക്കാനാണ് പാർട്ടിക്കാർ തുനിഞ്ഞത്. അവരാദ്യം മുതലേ ഇതിനെ സഹായിക്കുന്ന മുഴുവൻ കാര്യങ്ങളുമാണ്. ഞാൻ ഈ കേസുണ്ടായ ഉടൻ തന്നെ അവിടെ സന്ദർശിച്ച് ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണം. ഇത് വാളയാറിലെ സംഭവത്തിന്റെ തുടർച്ചയായി മാറരുത്. എന്താണ് സാർ? അട്ടപ്പാടിയിലും മുഖ്യമന്ത്രി ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, കേരളത്തിലെ പോലീസിന്റെ എല്ലാം അവരുടെ പ്രവൃത്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അട്ടപ്പാടിയിൽ എന്താണ് സാർ സംഭവിച്ചത്?
ഈ സംസ്ഥാനത്തിന് മുഴുവൻ അപമാനമായി വിശപ്പ് കൊണ്ട് ഭക്ഷണം എടുത്ത് കഴിച്ച ഒരുത്തനെ കൂട്ടക്കൊല ചെയ്തു ഇല്ലേ? ഒരു ആദിവാസി പയ്യന്. അത് ചിത്രം നമ്മളെ വേട്ടയാടുകയാണ്. നമുക്ക് കിടന്നാൽ ഉറങ്ങാൻ പറ്റില്ല ആ പയ്യന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ. മധു എന്ന് പറയുന്ന അട്ടപ്പാടിയിലെ വാളയാറിൽ 9 വയസ്സും 13 വയസ്സുകാരിയുമായ പെൺകുട്ടികളെ ഇതുപോലെ തന്നെ ക്രൂരമായി പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയില്ലേ സാർ? ആ കേസൊക്കെ എവിടെ പോയി? ആ കേസിലൊക്കെ എന്ത് സംഭവിച്ചു? ആ കേസിലൊക്കെ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളാണ്, പാർട്ടിക്കാർ, പ്രവർത്തകരുണ്ടായി കേസിലെല്ലാം, അട്ടപ്പാടിയിലെ കേസിലും വാളയാറിലെ കേസിലും. എന്നിട്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ നടപടികളാണ്. അപ്പൊ പാർട്ടിക്കാർ എത്ര ഹീനകൃത്യം ചെയ്താലും അവരെ നിങ്ങൾ സംരക്ഷിക്കും, എന്ത് വില കൊടുത്ത് സംരക്ഷിക്കും. മുഖ്യമന്ത്രി പറഞ്ഞു ഇത്രയും വലിയ കമന്റ്സ് ഈ ഉദ്യോഗസ്ഥനെതിരെ. സണ്ണി ജോസഫ് അവസാനം വായിച്ച ഒരു വാക്കുണ്ടല്ലോ, ഒരു വാചകം എന്താണ് ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്? Thus I find that adopting lethargic attitude throughout the investigation, an unscientific way of collecting of evidence without showing the shrewdness and intelligence reasonably expected from an investigating officer, seriously affected the prompt and timely collection of evidence in this case. Sir, എന്നിട്ട് ഇതിൽ കൂടുതൽ ഒരു ജഡ്ജ്മെന്റിൽ എങ്ങനെയാണ് സാർ വരുന്നത്? എന്നിട്ട് അക്കമിട്ട് ഏതെല്ലാം ഫോറൻസിക് എവിഡൻസിന്റെ അഭാവമാണ്, ഏതെല്ലാം സാഹചര്യ തെളിവുകളുടെ അഭാവമാണ് എന്ന് അക്കമിട്ട് പറഞ്ഞിരിക്കുകയാണ്. സർ, എവിഡൻസ് ആക്ടിന്റെ ബേസിക് കാര്യങ്ങൾ പോലും അറിയാത്ത ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണോ നിങ്ങൾ ഇതുപോലത്തെ കേസിൽ അന്വേഷിക്കാൻ വിട്ടത്? സീൽ ചെയ്യാതെയാണ് ഇതെല്ലാം കൊണ്ടുവന്നത്. സീൽ ചെയ്യാതെ ഒരു സംഭവം നടന്ന പ്ലേസ് ഓഫ് ഒക്കറൻസിൽ നിന്ന് ഒരു തെളിവ് ശേഖരിക്കുമ്പോൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള ചില ആദ്യ പാഠങ്ങളുണ്ട്. അതറിയാത്ത ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ആണോ നിങ്ങളുടെ SHOമാർ? ആണോ? അറിയാൻ പാടില്ലാണ്ടല്ലോ, അറിയാൻ പാടില്ലാണ്ടല്ല അവർ ആദ്യത്തെ കേസല്ലല്ലോ അന്വേഷിക്കുന്നത്. അവിടെ നിന്ന് അത് സീൽ ചെയ്തില്ല, അവിടെ നിന്ന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യവും ശേഖരിച്ചിട്ടില്ല. തൂക്കിക്കൊല്ലാൻ തുണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജഡ്ജ്മെന്റിൽ ആദ്യം പറഞ്ഞിരിക്കുകയാണ്. ഒരാൾ തൂങ്ങി മരിച്ചാൽ അല്ലെങ്കിൽ തൂക്കിക്കൊന്നാൽ രക്തം, മലമൂത്ര വിസർജനം എന്നിവയുടെ സാന്നിധ്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങളാണ്. ഇതൊന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അന്നത്തെ ദിവസം പോലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ വീട്ടിൽ പോകുന്നില്ല, പിറ്റേ ദിവസമാണ് പോകുന്നത്. അപ്പോൾ അതാണ് ലെഥാർജിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി വന്നിട്ട് പോലീസിനെ പ്രശംസിക്കുകയാണ്. ഈ നാടിന് മുഴുവൻ അപമാനമല്ലേ സർ? നാടിന് മുഴുവൻ അപമാനം. 5 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയിട്ട് നിങ്ങളുടെ പോലീസ് ഇതുപോലെയാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ എവിടെയാണ് സാർ നീതി കിട്ടുന്നത്? എവിടെയാണ് നീതി കിട്ടുന്നത്? ഈ നാട്ടിൽ എവിടെ നീതി കിട്ടും? അപ്പൊ അട്ടപ്പാടിയും വാളയാറും അത് തന്നെയാണ് വണ്ടിപ്പെരിയാറിൽ ആവർത്തിക്കപ്പെട്ടത്. നിങ്ങളിപ്പോ നടപടി എടുക്കുന്നൊക്കെ പറഞ്ഞു. ഡിസംബർ 14-ാം തീയതി ജഡ്ജ്മെന്റ് വന്നതല്ലേ? ഡിസംബർ 14-ാം തീയതി ജഡ്ജ്മെന്റ് വന്നതല്ലേ? ഇന്ന് എത്രയാ തീയതി? 1-ാം തീയതി. എത്ര 1.5 മാസം കഴിഞ്ഞ് നിങ്ങൾ ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. അപ്പീൽ കൊടുത്തെന്ന് പറഞ്ഞു. ഇതേ എവിഡൻസ് ആയിട്ടല്ല അപ്പീൽ പോകുന്നത്. ഇതേ എവിഡൻസ് ആയിട്ടല്ല അപ്പീൽ പോകുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, ഒരു വിദേശ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട കേസ്. അത് റീഇൻവെസ്റ്റിഗേഷൻ നടത്തിയില്ലേ? റീഇൻവെസ്റ്റിഗേഷൻ നടത്തി കൃത്യമായ തെളിവുകൾ വെച്ച് കൊടുത്തില്ലേ? അപ്പോഴല്ലേ അത് ശിക്ഷിച്ചത് ആ കേസിൽ, ഒരു വിദേശ പെൺകുട്ടിയുടെ കേസിൽ. അപ്പോ അപ്പീൽ പോകുന്നത് മാത്രമാണ് നടപടി. നിങ്ങൾ എന്ത് നിയമ നടപടികളാണ്, എന്ത് നിയമോപദേശമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്? അപ്പൊ ഇതേ കേസുമായിട്ട് വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ്, അപ്പീലുമായിട്ട്, ഇതേ എവിഡൻസുമായിട്ട്. ഈ എവിഡൻസും ഈ ജഡ്ജ്മെന്റുമായി വെച്ചാൽ എന്ത് നീതി കൊടുക്കാൻ പറ്റും ആ കുടുംബത്തിന്? എന്ത് നീതി കൊടുക്കാൻ പറ്റും? അപ്പോൾ ഒരു റീഇൻവെസ്റ്റിഗേഷൻ പോലും നിങ്ങൾ മനഃപൂർവ്വമായി തയ്യാറായില്ല. നിങ്ങളുടെ പാർട്ടിക്കാരുടെ ആവശ്യപ്രകാരം ഈ പ്രതിയെ രക്ഷിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ മനഃപൂർവ്വമായ ശ്രമം കേരളത്തിന് മുഴുവൻ അപമാനകരമായ ഈ സംഭവത്തിൽ ഉത്തരവാദി 1-ാം പ്രതി സർക്കാരാണ്. 1-ാം പ്രതി സാർ, സർക്കാരിൻ്റെ ഈ അലംഭാവത്തിലും ഈ നിസ്സംഗതയിലും ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യും.